ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 10-ലെ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ബയോളജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈറ്റമിൻസ്, മിനറൽസ്, എൻസൈംസ്, ഹോർമോൺസ് എന്ന ചാപ്റ്റർ എന്ന ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയി വരുന്ന ചാപ്റ്ററാണിത് കേട്ടോ. അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ചാപ്റ്ററാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുൻപ് തന്നെ ടെലഗ്രാം ചാനലിൽ വീക്ക്ലി എക്സാംസും, അതായത് റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. PYQs ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, റിവിഷൻ പ്ലാനിനനുസരിച്ചുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് അന്തസ്രാവി വ്യവസ്ഥ എന്താണെന്നാണ്. അന്തസ്രാവി വ്യവസ്ഥ. അപ്പോൾ എന്താണ് അന്തസ്രാവി വ്യവസ്ഥ? ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി വ്യവസ്ഥകളും അവയുടെ സ്രവങ്ങളായിട്ടുള്ള ഹോർമോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഹോർമോണുകൾ എന്താണ്? അന്തസ്രാവി വ്യവസ്ഥയുടെ സ്രവങ്ങളാണ്. അപ്പോൾ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥ ഏത്? അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം. അന്തസ്രാവി വ്യവസ്ഥകളും അവയുടെ സ്രവങ്ങളായിട്ടുള്ള ഹോർമോണുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്, അതുപോലെ അവയുടെ സ്രവങ്ങളായിട്ടുള്ള ഹോർമോണുകളുണ്ട്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഡ്യൂട്ടി എന്താണ്? കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. ഓക്കെ, കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ നാളീരഹിത ഗ്രന്ഥി അല്ലെ ഡക്റ്റിലസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്? അന്തസ്രാവി ഗ്രന്ഥികളിൽ ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പ്രത്യേക കുഴൽ സംവിധാനമൊന്നും ഇല്ല അല്ലേ. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ആണെങ്കിൽ നമ്മുടെ വെയിൻസിലൂടെയൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അവയുടെ സ്രവങ്ങൾക്ക്, അതായത് ഹോർമോണുകൾക്ക് എന്തില്ല? ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേക കുഴൽ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവയെ പറയുന്നത് എന്താണ്? നാളീരഹിത ഗ്രന്ഥികൾ എന്നാണ്. രക്തത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുമ്പോൾ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അവയുടെ സ്രവങ്ങളായിട്ടുള്ള ഹോർമോണുകൾക്ക് ശരീരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേക കുഴൽ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവയെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യേക കുഴൽ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്തത്തിലൂടെയാണ് ഈ ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, പ്രത്യേക കുഴൽ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവയെ എന്ത് പറയുന്നത്? നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റിലസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. രക്തത്തിലൂടെ സംഭവിക്കപ്പെടുന്ന ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുമോ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഹോർമോണുകൾ എങ്ങനെയാണ് ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ട്. മനസ്സിലായോ? രക്തത്തിൽ കലർന്നാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഹോർമോണുകൾ എന്താ ചെയ്യുന്നത്? ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ. അപ്പോൾ ലക്ഷ്യകോശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോർമോൺ പ്രവർത്തിക്കുന്നത് ഏത് കോശത്തിലാണോ അതാണ് ആ ഹോർമോണിൻ്റെ ലക്ഷ്യകോശം എന്ന് പറയുന്നത്. രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ. ഓക്കെ ആയോ? മനസ്സിലായോ? ഇനി ഇവിടെ ഹോർമോണുകൾ ലക്ഷ്യകോശത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ബ്ലഡിലൂടെ രക്തത്തിനോടൊപ്പം ചേർന്ന് ഹോർമോൺ തന്മാത്രകൾ ഒഴുകുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കോശസ്തരത്തിലെ ഹോർമോൺ ഗ്രാഹി, അനുയോജ്യമായിട്ടുള്ള ഹോർമോൺ ഗ്രാഹിയിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് കോശസ്തരത്തിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്, ഹോർമോണിൻ്റെ ലക്ഷ്യകോശങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നുണ്ട്.
അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി കൂടിച്ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുകയും അതിനെ തുടർന്ന് കോശത്തിനകത്തേക്ക് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. ഇനി ദഹനത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ്? അതായത് ദഹന ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്താ ചെയ്യുന്നത്? രക്തത്തിനകത്തേക്ക് ആഗിരണം ചെയ്യാണ് അല്ലേ? അപ്പോൾ ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ എന്ത് ചെയ്യണം? കോശത്തിനുള്ളിലേക്ക് എത്തണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാൻക്രിയാസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത്? ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പക്വാശയം കാണപ്പെടുന്നത്. ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ഇത് ചോദ്യമാണ്. ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹം കാണപ്പെടുന്നത് എവിടെയാണ്? പാൻക്രിയാസിലാണ്. അപ്പോൾ ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശസമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു കോശ സമൂഹമാണ്. അതിനകത്തെ ബീറ്റാ കോശങ്ങളാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ആൽഫ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്ലൂക്കഗോൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസും ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതുപോലെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഓക്കെ അല്ലേ? ഇനി ബാക്കി ഭാഗം നോക്കാം. ഇപ്പോൾ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഇൻസുലിൻ എന്താണ്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ആര്? ഇൻസുലിനാണ്. ഇനി അടുത്തത് ഗ്ലൂക്കഗോണിൻ്റെ നോക്കാം. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കരൾ പഠിച്ചപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഗ്ലൂക്കഗോണാണ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ. ഇനി എന്താണ്? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഗ്ലൂക്കഗോണാണ്. നിർമ്മിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? 70 to 110 per 100 ml ആണ്. 70 to 110 mg per 100 ml ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? 70 to 110 mg per 100 ml ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് നമ്മൾ പഠിച്ചു 70 to 110 mg per 100 ml ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടണം അല്ലേ? അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യണം? ഗ്ലൈക്കോജനാക്കി മാറ്റി വെക്കണമല്ലോ. അപ്പോൾ അതിന് സഹായിക്കുന്ന ആരാണ്? ഇൻസുലിനാണ്. അപ്പോൾ 70 to 110 mg per 100 ml ആണെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് ഏതാണ്? ഇൻസുലിനാണ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം എന്താ ചെയ്യേണ്ടത്? കൂടണം. അതുപോലെ ഗ്ലൂക്കഗോണിൻ്റെ ആണെങ്കിലോ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം എന്താ ചെയ്യേണ്ടത്? കുറയണം. ഗ്ലൂക്കഗോൺ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അപ്പോൾ ഈ നിലവിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയാണ് മാറ്റേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസുലിൻ്റെ ഉൽപ്പാദനമാണ് കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിട്ടിരിക്കുമ്പോൾ ഗ്ലൈക്കോജൻ്റെ ഉൽപ്പാദനം കുറയുകയുമാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് വേണ്ടത്. ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കൂടണം. അതുപോലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും വേണം. മനസ്സിലായല്ലോ പറഞ്ഞത് എന്താണെന്നുള്ളത്? നമുക്ക് നോക്കാനുള്ള ഭാഗം ഇൻസുലിൻ ഇല്ലെങ്കിൽ നോക്കാം. ഇൻസുലിൻ്റെ അഭാവമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇൻസുലിൻ നമ്മളുടെ കോശങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരികയാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അഭാവം ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ബോഡിയെ ബാധിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബീറ്റ കോശങ്ങൾ നശിച്ചാൽ എന്ത് ചെയ്യും, ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെയാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും അല്ലേ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ആരാണ്, ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിൻ ഇല്ലാതെ വരുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് ചെയ്യും, കൂടും. രക്തത്തിൽ അധികം വരുന്ന ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ മൂത്രത്തിൽ എന്തില്ല, ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നില്ല. നോർമലായിട്ടുള്ള ഒരു വ്യക്തിയിൽ യൂറിനിൽ എന്തില്ല, ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്, 70 to 1110 ആണ്. 70 to 1110 mg/100 ml ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ കുറവോ അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെയോ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 126 mg/100 ml ആ ഒരു തോതിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ട്, പ്രമേഹമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. 3 മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധന പ്രമേഹ രോഗ നിർണയത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, പ്രമേഹവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം. ആ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം നോക്കുക, ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമാകുന്നത്. ഇനി നോക്കിയേ, ശ്വേത രക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ, ശ്വേത രക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്, ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറ് കാരണമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. ശ്വേത രക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യും, പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ, ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നത് കാരണമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ചികിത്സ, ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സയായിട്ട് ചെയ്യാവുന്നത്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ലക്ഷ്യകോശങ്ങളുടെ കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരുന്നതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. അപ്പോൾ പൊണ്ണത്തടി, ജീൻ തകരാറ് ഇതൊക്കെ ഈ രോഗത്തിന് കാരണമാണ്. ഏത് രോഗത്തിന്, ടൈപ്പ് 2 പ്രമേഹത്തിന്. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുമ്പോൾ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. കൂടാതെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ പൊണ്ണത്തടി, ജീൻ തകരാറുകൾ അതൊക്കെ എന്തിനാണ്, ഈ രോഗത്തിന് കാരണമായിട്ടും വരുന്നുണ്ട്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം ഈ ഒരു ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പ്രമേഹം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുമ്പോൾ ശ്വേതരക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ നശിപ്പിക്കുന്നത് കാരണമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1. ടൈപ്പ് 2 ആണെങ്കിലോ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. ഇത് രണ്ടും PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പാരഗ്രാഫ് നോക്കാം. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീല വൃത്തമാണ് ഇതിൻ്റെ ലോഗോ.
അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, നവംബർ 14 ലോക പ്രമേഹ ദിനമാണ്, ലോക പ്രമേഹ ദിനം. അതുപോലെ നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം രണ്ടും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം ചോദ്യങ്ങൾ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോവാതെ നോട്ട് ചെയ്ത് വെക്കുക. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? ബീറ്റാ കോശങ്ങൾ അല്ലേ, ബീറ്റാ കോശങ്ങൾ നശിക്കുന്ന കാരണമാണ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടുമാണ്. ഇനി ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒരു ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. അപ്പോൾ ബെനഡിക്റ്റ് ടെസ്റ്റ് എന്താണ്? മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കട്ടെ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം നമുക്ക്. അപ്പം ഈ പ്രമേഹം കാരണം നമുക്ക് എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് വെച്ചാൽ എന്താണ്? പ്രമേഹം മൂലം റെറ്റിനോപ്പതി എന്ന നേത്രരോഗം ഉണ്ടാകുന്നുണ്ട്. നേത്രരോഗമാണ് കേട്ടോ ഈ റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം മൂലം ഉണ്ടാകുന്നതാണത്. അതൊന്ന് പ്രത്യേകം അറിഞ്ഞു വയ്ക്കണം, കാരണം കണ്ണുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് റെഗുലേഷൻ ഓഫ് മെറ്റബോളിസത്തെക്കുറിച്ചാണ്. ഉപാപചയ നിയന്ത്രണം എന്ന് വെച്ചാൽ എന്താണ്? മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ്. നോക്കാം. ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പൊതുവായി ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പൊതുവെ ഉപാപചയം എന്നാണ് വിളിക്കുന്നത്, മെറ്റബോളിസം എന്നാണ് വിളിക്കുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളും ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നിയന്ത്രിക്കുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെയാണ് പൊതുവെ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങൾക്കും ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് ഈ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഇനി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളുണ്ട്. ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിറ്റോണിൻ എന്നീ 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും 2 ഹോർമോണുകളാണ് ആര് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെയാണ്? തൈറോക്സിൻ്റെ ധർമ്മങ്ങളാണ്. തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു, കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നു. അപ്പോൾ തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെ? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. ഒന്ന് തൈറോക്സിനും മറ്റൊന്ന് കാൽസിറ്റോണിനും. ഇനി തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഊർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു, കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് തൈറോക്സിനാണ്. ഓക്കെ, അപ്പോൾ തൈറോക്സിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് പല രീതിയിൽ ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി നോക്കിയേ, 2 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും രണ്ടും എന്താണെന്ന് നോക്കാം. അപ്പോൾ തൈറോയിഡിസം അല്ലെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന 2 രോഗങ്ങളാണ് പറയുന്നത്. അഭാവം മൂലമാണ് ഹൈപ്പോതൈറോയിഡിസം, ആധിക്യം മൂലമാണ് എന്തുണ്ടാവുന്നത്? ഹൈപ്പർ എന്ന് വെച്ചാൽ കൂടുതൽ എന്നാണ് അർത്ഥം. ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ. അഭാവം മൂലമുണ്ടാവുന്നതാണ് എന്ത്? ഹൈപ്പോതൈറോയിഡിസം. ആധിക്യം മൂലമാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം. നോക്കാം, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ ഒരു അവസ്ഥയാണ് ക്രെറ്റിനിസം. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. കുട്ടികളിൽ ക്രെറ്റിനിസം, അതുപോലെ മുതിർന്നവരിലാണെങ്കിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ
എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. തൈറോക്സിന്റെ ഉൽപാദനം മൂലമുണ്ടാകുന്ന 2 രോഗങ്ങളാണ് പറഞ്ഞത്. ക്രെറ്റിനിസം ഉണ്ടാകുന്നത് കുട്ടികളിലാണെങ്കിൽ മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലമുണ്ടാകുന്നതാണ് മിക്സഡിമ. ഇത് രണ്ടും PSC ചോദിച്ചിട്ടുള്ളതാണ്. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിന്റെ രണ്ടിന്റെയും പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ എന്നാൽ കുറവ്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശരിയായിട്ടുള്ള ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. കുട്ടികളിൽ ഈ ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന രോഗമാണ് ക്രെറ്റിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രെറ്റിനിസം കുട്ടികളിലും ഈ ഹൈപ്പോ തൈറോയിഡിസം കാരണം മുതിർന്നവരിലുണ്ടാവുന്ന ഈ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് കാരണം മുതിർന്നവരിലുണ്ടാകുന്ന അവസ്ഥയാണ് മിക്സഡിമ. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലാണ്, ആധിക്യം മൂലമാണ്. അപ്പോൾ തൈറോക്സിന്റെ തുടർച്ചയായ അമിത ഉൽപാദനം മൂലമാണ് എന്തുണ്ടാവുന്നത്? ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ തുടർച്ചയായിട്ടുള്ള അമിത ഉൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾക്ക് ത്വരിതഗതിയിലാകും. അപ്പോൾ ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ് എല്ലാം കൂടുതലായിരിക്കും അല്ലേ? പക്ഷെ ശരീരഭാരം മാത്രം എന്ത് ചെയ്യും? കുറയും. വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഹൈപ്പർ തൈറോയിഡിസവും പഠിച്ചു, ഹൈപ്പോ തൈറോയിഡിസവും പഠിച്ചു. ഇനി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. തൈറോയ്ഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് നോക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണെന്നതിനാൽ തൈറോയ്ഡ് വൈകല്യങ്ങൾ പരിശോധന വഴി തിരിച്ചറിയേണ്ടതുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റ് ചില ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത്. T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലാബോറട്ടറി പരിശോധനകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലാബോറട്ടറി പരിശോധനകളാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഗോയിറ്ററിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഗോയിറ്റർ എന്താണ്? തൈറോക്സിന്റെ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. നമ്മൾ പഠിച്ചതാണ് തൈറോക്സിന്റെ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണെന്ന്. അയഡിന്റെ അഭാവത്തിൽ എന്ത് ചെയ്യും? തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടും. അയഡിന്റെ അഭാവമുണ്ടെങ്കിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ ഒരു അവസ്ഥയെയാണ് ഗോയിറ്റർ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. തൈറോക്സിന്റെ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് അയഡിൻ. അപ്പോൾ അയഡിൻ ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടും. ആ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരുന്നു. ആ ഒരു അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി കാൽസ്യത്തിന്റെ അളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാൽസ്യത്തിന്റെ സാധാരണ അളവ്, രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് PYQ ആണ്. എത്രയാണ്? 9 to 11 mg/100 ml ആണ്. 9 to 11 mg/100 ml. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? തൈറോയ്ഡ് ഗ്രന്ഥി 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തൈറോക്സിനും കാൽസിട്ടോണിനും. അപ്പോൾ തൈറോക്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അതിന്റെ ഏറ്റക്കുറച്ചിൽ കാരണം ഉണ്ടാവുന്ന അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം പറഞ്ഞു, ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞു, പിന്നെ എന്താണ്? ഗോയിറ്ററും പറഞ്ഞു. ഇനി കാൽസ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ, അതായത് ഈ കാൽസിട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്രന്ഥിയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിട്ടോണിൻ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഈ കാൽസിട്ടോണിൻ. അപ്പോൾ സാധാരണ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെന്ന് പറയുന്നത് 9 to 11 mg/100 ml ആണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ചെയ്യും? ഈ കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? കാൽസിട്ടോണിൻ ചെയ്യുന്നത്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാലോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥി മറ്റൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും.
പാരാതെർമോൺ. ഓക്കെ, അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 9 to 11 mg/100 ml എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ കൂടുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്, കാൽസിറ്റോണിൻ. അപ്പോൾ ഈ 9 to 11 mg/100 ml കുറയാണ് കാൽസ്യത്തിൻ്റെ അളവെങ്കിൽ അവിടെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരാതോർമോൺ മനസ്സിലായോ? നോർമൽ വാല്യൂ 9 to 11 ആണ്. അതിൽ നിന്ന് കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ പാരാതോർമോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 9 to 11 mgയിൽ കൂടുകയാണെങ്കിലോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഈ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. പക്ഷേ ഈ പാരാതെർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് എന്ത് ചെയ്യുന്നത്? പാരാതെർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ബാക്കി ഭാഗത്തേക്ക് വരാം. അപ്പോൾ പാരാതെർമോണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ പാരാതെർമോൺ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി കാൽസിറ്റോണിൻ്റെയും പാരാതെർമോണിൻ്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? കാൽസിറ്റോണിൻ എന്ന് പറയുമ്പോൾ എന്താണ്? കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് പാരാതെർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ എന്താണ്? പരസ്പര വിരുദ്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണോ? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 9 to 11 mg/100 ml. അത് കൂടുമ്പോൾ, കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ചെയ്യും? പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ക്ലിയർ? ഇനി തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുകയും രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിച്ചു വയ്ക്കുകയും ചെയ്യും. രക്തത്തിൽ അധികമായിട്ട് കാൽസ്യം വരുമ്പോൾ അത് നമ്മുടെ അസ്ഥികളിൽ സംഭരിച്ചു വയ്ക്കും. ഇനി രക്തത്തിൽ കുറയുമ്പോഴോ, കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യും. അസ്ഥിയിൽ നിന്ന് കാൽസ്യത്തെ സംഭരിക്കുന്നത്, അസ്ഥിയിലേക്ക് കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഭാഗം യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഏതാണ്? മാറിലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി അല്ലെങ്കിൽ ജുവനൈൽ ഗ്ലാൻഡ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ജുവനൈൽ ഗ്ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് ഏത്? തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. അപ്പോൾ ഈ ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിൻ എന്ന ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും പ്രവർത്തനത്തെ നിയന്ത്രിക്കുക എന്നതുമാണ് ഈ ഒരു ഹോർമോൺ. ഏത് ഹോർമോൺ? തൈമോസിൻ എന്ന ഹോർമോണിന്റെ പ്രധാന ധർമ്മം. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. തൈമസ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ T ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് ഈ ഒരു തൈമോസിൻ എന്ന ഹോർമോണാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റമിൻസ്, എൻസൈംസ്, മിനറൽസ്, ഹോർമോൺസ് ആ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന ചാപ്റ്റർ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾ കാണുക. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ കൂടി നിങ്ങൾ നല്ല രീതിയിൽ അത് റിവിഷൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കി ഭാഗം പഠിക്കാനുള്ളത് അടിയന്തര ഘട്ടങ്ങളിൽ. ഈ ഒരു ഭാഗം ഓൺവേർഡ്സ് നമ്മൾ പാർട്ട് 2 ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഫർദർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ കേട്ടോ. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. അവിടെയാണ് വീക്കിലി റിവിഷൻ പ്ലാനുകളും അതുപോലെ തന്നെ റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഓൾ.